കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളെ ക്രൗഡിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംഭവമാണ്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സൂപ്പർ പവർ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലാണെങ്കിലും, അത് പഠനമായിക്കോട്ടെ, റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, നമ്മുടെ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുന്നതായിക്കോട്ടെ, ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വരുമ്പോൾ അത് കംപ്ലീറ്റ് മാറാനായിട്ട് തുടങ്ങും. അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എല്ലാ മേഖലയിലും മുന്നിട്ട് നിൽക്കുന്നത് ഈ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. എന്താണ് ഇവരെ മാറ്റി നിർത്തുന്ന 7 ശീലങ്ങൾ? ഒന്നാമതായിട്ട്, ദേ ആസ്ക് ക്വസ്റ്റ്യൻസ്. എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിരിക്കാതെ അവർ ചോദ്യങ്ങൾ ചോദിക്കും. അവർ മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു മടി എന്താണെന്ന് വെച്ചാൽ, അയ്യോ എനിക്കത് അറിയില്ലല്ലോ, ഇത് ഇവരറിഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഇത്രയും ചെറിയ കാര്യം പോലും എനിക്കറിയില്ലെന്ന് ഇവർ ചിന്തിക്കുമല്ലോ. പക്ഷേ ഈ കോൺഫിഡൻസ് ഉള്ളവർക്ക് ഇങ്ങനെയൊരു ഡൗട്ടേ കയറി വരുന്നില്ല. അവർക്ക് എന്ത് ഡൗട്ട് വന്നാലും അല്ലെങ്കിൽ അവർക്ക് എന്തറിയില്ല എന്ന് തോന്നിയാലും അവർ വളരെ സിമ്പിളായിട്ട് മറ്റുള്ളവരോടത് ഓപ്പണായിട്ട് ചോദിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കാനായിട്ട് അവരെപ്പോഴും റെഡി ആയിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മനുഷ്യനുമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അറിയില്ലായിരിക്കും. അത് ഓപ്പണായിട്ട് പറയാനുള്ളതാണ് നമുക്ക് ലൈഫിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ്, ദേ വിൽ ബി ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ്. അതായത് ഒരു പുതിയ സ്ഥലത്ത് നമ്മൾ ചെന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ക്രൗഡിലേക്ക്, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ചെന്നു, ഒരു പുതിയ സ്കൂളിൽ ചേർന്നു, ഇവരായിരിക്കും ആദ്യം അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നതും ഈ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാനും അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അവർ ബന്ധങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാനും എല്ലാം കാത്തിരിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് ഉള്ളവർ അവരെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള മടിയും വിചാരിച്ചിരിക്കില്ല. അവരായിരിക്കും ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ദേ വിൽ ഡ്രസ് വെൽ. അതായത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ വളരെ ആർഭാടമുള്ള ഡ്രസ്സോ ധരിക്കുമെന്നുള്ളതല്ല, പക്ഷെ അവരുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന രീതിയിൽ, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ അവൾ ഡ്രസ്സിങ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ അവരാദ്യം നമ്മുടെ ഡ്രസ്സിങ് ആണ് കാണുന്നത്. നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ഫിസിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ കാണുന്നത്. അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് തോന്നുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഒരു ഫ്രീഡത്തോടെ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യമാണ്, ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ ബോഡി. അതായത് അവരുടെ ശരീരത്തെ അവർ നന്നായിട്ട് നോക്കും എന്നുള്ളതാണ്. അത് ക്ലെൻലിനെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ബോഡി ഇൻ ഷേപ്പായിട്ട് കീപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും. കാരണം നമുക്കറിയാം നമ്മുടെ മൈൻഡും ബോഡിയും ഒത്തിരി റിലേറ്റഡ് ആണ്. നമ്മുടെ മൈൻഡിൻ്റെയും ബോഡിയുടെയും സ്ട്രെങ്തും കോൺഫിഡൻസ് ലെവലും ഒരുപോലെ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, നമ്മുടെ ബോഡി ഫിറ്റാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്കും വരാനായിട്ട് തുടങ്ങും. നമ്മുടെ മൈൻഡിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ഫിറ്റാക്കി നിർത്താനും നമ്മുടെ ബോഡി എനർജറ്റിക് ആയിട്ട് നിർത്താനും തുടങ്ങും. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും എല്ലാം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് ടേക്കിംഗ് കെയർ ഓഫ് ബോഡി എന്ന് പറയുന്നത് കോൺഫിഡൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടായിട്ട് വരുന്നത്. പല സ്റ്റഡീസിലും എക്സസൈസ് എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പോലും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യമാണ്, ദേ റെസ്പെക്ട് അതേഴ്സ്. പലപ്പോഴും എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും എന്നിലേക്ക് തന്നെ നോക്കണം എന്നെല്ലാം നമുക്ക് പലപ്പോഴും ചിന്തകൾ കയറി വരാറുണ്ട്. പക്ഷേ ശരിക്കും കോൺഫിഡൻസ് ഉള്ളവർ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യും, മറ്റുള്ളവർക്കും സ്പേസ് കൊടുക്കും എന്നുള്ളതാണ്. അതായത് ഒരു സർക്കിളിൽ ഒരാൾ മാത്രം മാറി നിൽക്കുന്നില്ല, ഒരാൾക്ക് ഒറ്റപ്പെട്ടു പോകുന്നതായിട്ട് തോന്നുന്നില്ല എന്ന് ഈ കൂട്ടർ ഉറപ്പാക്കും. ഇവിടെ ജഡ്ജ്മെൻറ്റ്സ് ഇല്ല. ശരിക്കും കോൺഫിഡൻസ് ഉള്ളവർ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാനായിട്ട് പോകില്ല. കാരണം ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് മറ്റൊരാളെ ചെറുതാക്കി നമ്മളെ തന്നെ വലുതാക്കുന്ന ഒരു ഫീലിംഗ് കിട്ടാനാണ്. പക്ഷെ കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്കറിയാം എല്ലാവരും വ്യത്യസ്തരാണ്, അയാൾക്ക് അയാളുടേതായ ഗുണങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായ ഗുണങ്ങളുണ്ട്. ആ ഡിഫറൻസിനെയാണ് ഇവർ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ കാര്യമാണ്, ദേ ഡോണ്ട് ഫിയർ ഫെയിലിയർ. ഈ കൂട്ടർക്കറിയാം ഒരു പുതിയ കാര്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് തോൽക്കാനുള്ള അല്ലെങ്കിൽ ഫെയിലിയർ വരാനുള്ള സാധ്യത അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. പക്ഷേ ആ ഫെയിലിയർ വരും എന്ന് പേടിച്ച് നമ്മൾ അതിലേക്ക് ഇറങ്ങാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് വിഷമിക്കാതെ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യും. മിസ്റ്റേക്സ് വരുമ്പോൾ അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കും, വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് റെഡിയാകും. ഈ ഫെയിലിയർ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദി പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കോൺഫിഡൻസ് ഈസ് കോൺഫിഡൻസ് ടു ഫെയിൽ. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നാണക്കേട് ഉണ്ടാകുന്നുണ്ടാകും, നമുക്ക് എംബാരസ്മെൻ്റ് ഉണ്ടാകും. ഇതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങുന്നതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്.
ഇനി 7ാമത്തെ പോയിന്റ്, ഇതൊരു ഹാബിറ്റ് അല്ല, പക്ഷേ ഒരു വ്യൂ പോയിന്റ് ആണ്. കോൺഫിഡൻസ് ഈസ് എ പാക്കേജ്. അതായത് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ മൈൻഡ് സെറ്റിൽ വേണം, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിൽ വേണം, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ പോലും ഈ ഒരു കോൺഫിഡൻസ് കയറി വേണം. യഥാർത്ഥത്തിൽ നമുക്ക് കോൺഫിഡൻസ് എന്ന എബിലിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ അത് നമ്മുടെ ലൈഫിലെ എല്ലാ പാർട്സിലും എല്ലാ എലമെൻസിലും വരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. നമ്മൾ നടക്കുന്ന രീതിയിൽ പോലും ആ ഒരു കോൺഫിഡൻസ് റിഫ്ലക്റ്റഡ് ആയിരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് കഴിവില്ല, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. നമ്മൾ പറയുന്ന ചെറിയ വാക്കുകളിൽ പോലും യെസ് എന്ന് പറയുന്നതിൽ പോലും ആ ഒരു കോൺഫിഡൻസ് ഡിഫറൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് മൈൻഡ് സെറ്റും. നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസിനെ കാണുന്നത്, അവസരങ്ങളെ കാണുന്നത്, ഇവിടെ ഇമോഷൻസ് ഒത്തിരി ഇട്ട് ഒരുപാട് പേടിച്ചാണോ നമ്മൾ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളിലേക്ക് തന്നെ നോക്കി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. കാരണം കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ എല്ലാ എലമെൻസിനെയും ടച്ച് ചെയ്യുന്ന ഒരു പവറാണ്. സോ ഈ ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൽ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്, ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം കോൺഫിഡൻസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ പവർ ദാറ്റ് വി ക്യാൻ ഗെയിൻ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും റിഫ്ലക്റ്റഡ് ആയിരിക്കും. മിഷേൽ ഒബാമ പറയുന്നുണ്ട്, യുവർ സക്സസ് വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ യുവർ ഓൺ കോൺഫിഡൻസ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്.